മോദിജി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും തമ്മു തല്ലും. അംബാനിയാദാനി കുംഭവീർക്കും BJP പാർട്ടിയുടെ ഫണ്ടും വീർക്കും. സത്യത്തിൽ അതാട്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം നമ്മൾ എപ്പോഴും പറയും അല്ലേ. അപ്പോൾ നമ്മുടെ സംഖ്യകൾ എന്ത് പറയും? GDP എന്നുകൊണ്ട് വരും. നമ്മൾ ഞെട്ടിത്തെറിച്ച് പോവും. എന്നാലും ഈ GDP വിളിച്ച് വരുന്ന സംഖ്യ പട്ടിണിയായിരിക്കും. അതാണ് അതിൻ്റെ സത്യം. അതാണ് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം എന്താണെന്നുള്ളതിൻ്റെ ബേസിക്. എന്താണ് ഇന്ത്യയിലെ GDPനെ പറ്റി അറിയാത്ത ഈ വിവരം കെട്ട വാണങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ് താക്കറെ ഒരു റാലിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. 3 മിനിറ്റ് 50 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഇന്ത്യയിലെ നമ്മുടെ താടിജി സംഖ്യകളെ പറ്റിക്കുന്ന എങ്ങോട്ടാണ് ഇന്ത്യക്ക് കിട്ടുന്ന പൈസ, ഇന്ത്യയുടെ GDPയുടെ എമൗണ്ട് പോകുന്നത് കാണിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഞാൻ ഈ സൈഡിൽ വെച്ച് തരാം. ഇതാണ് കഴിഞ്ഞ 11 മുതൽ 12 വർഷത്തിനിടയിൽ അദാനി ഗ്രൂപ്പ് ഇന്ത്യയിൽ തുറന്നിട്ടുള്ള തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവനെ കുറിച്ച്, അതായത് അടിസ്ഥാന സൗകര്യം ഏതൊക്കെ രീതിയിലാണ് അദാനി ഗ്രൂപ്പിന് നമ്മുടെ താടി ഗവൺമെൻറ്, ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ചെയ്തു കൊടുത്തത് എന്നാണ് നമ്മളിതിൽ പറയുന്നത്. ഇതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക അസമത്വം ഇല്ലാണ്ടാക്കിയത്? പണ്ട് എന്തായിരുന്നു, പണ്ട് ഉള്ളതിനേക്കാൾ നമ്മുടെ അവസ്ഥ വളരെ മോശമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അതായത് 10 വർഷം, ഇതിൽ 10 വർഷമല്ല, നിങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടക്ക് ഈ ബ്ലാക്കിൽ നിങ്ങൾ ഈ റെഡ് കുത്ത് കാണുന്നിടത്തായിരുന്നു അംബാനിയുടെ ഗ്രൂപ്പ് ബിസിനസ് എന്താ പറയുക ശൃംഖല. അത് വളർന്ന് ഇന്ത്യ മൊത്തം ഒട്ടുക്ക് 1 വർഷം കൊണ്ടൊക്കെ 2024 കമ്പയർ 25 ആയപ്പോഴേക്കും ഇന്ത്യ ഒട്ടുക്ക്. ഈ സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യനെ കംപ്ലീറ്റ്ലി മുറിച്ചങ്ങ് വിറ്റ് കൊടുത്തുക. അംബാനി എടുത്തോ, അതല്ലെങ്കിൽ നിങ്ങളങ്ങ് എടുത്തോ. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് പട്ടിണി കിടന്ന് ചത്ത് മലച്ചോട്ടെ. ഈ പറഞ്ഞമാർക്ക് വേണ്ടിയിട്ടേ ജയ് ശ്രീരാമും ജയ് ശ്രീ ഹനുമാനും വിളിച്ച് നടക്കുന്ന, ചാണം തിന്ന് നടക്കുന്ന, പശുമൂത്രം കുടിക്കുന്ന, ഡൽഹിയിലെ വായു മലിനീകരണമെങ്കിൽ അത് ശ്വസിച്ച് ജീവിക്കുന്ന, ജനിച്ച കൊച്ചു പോലെ 20 മുതൽ 40 വരെ സിഗരറ്റ് വലിക്കുന്ന എഫക്റ്റ് കൊടുത്ത് എടുത്ത് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ കക്കൂസിലെ തീട്ടവെള്ളം കുടിച്ച് ചത്ത് കഴിഞ്ഞാൽ, സ്വന്തം കൂട്ടത്തില് അച്ഛനോ അമ്മയോ മോനോ മോളോ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയ ആംബുലൻസ് പോലും ഇല്ലാതെ അവിടെ കാണിക്കുന്ന അവസ്ഥകൾ ഒന്നും കണ്ണടച്ചിട്ട് എല്ലാം കൂടി ഉരുട്ടി കൊടുക്കുകയാണ് ഈ പറഞ്ഞ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട്. എങ്കിലേ BJPയുടെ പാർട്ടി ഫണ്ട് നാളെ വലുതാവുള്ളൂ. ഇപ്പോൾ 10,000 കോടി കിട്ടിയത് 40,000 50,000 കോടി ആക്കണമെങ്കിൽ ഇവന്മാർക്ക് ഇന്ത്യനെ തീരെഴുതി കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇവിടെ പാവപ്പെട്ടവൻ എന്നും പട്ടിണി പാവങ്ങളായിട്ട് ചത്തൊടുങ്ങണം. എങ്കിലേ അവർക്ക് കിട്ടേണ്ടതും കൂടെ ഈ പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഈ പണക്കാരൻ്റെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റാൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് പറ്റുള്ളൂ. അതിനുവേണ്ടി എന്തും കാണിക്കും. അതാണ് ഈ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് അവസ്ഥ എന്നുള്ളത് സംഖ്യ മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം പോട്ടെ, നമ്മുടെ വീഡിയോയിലോട്ട് വരും. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ വളർച്ച. അദാനി ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ബ്രാൻഡ് മൂല്യം 2024 ഏകദേശം $3.55 ബില്യൺ നിന്നിട്ട് 2025 ആയപ്പോഴേക്കും അത് $6.46 ബില്യൺ ആയിട്ട് വർദ്ധിച്ചു. അതായത് നേരെ ഡബിളായി. 3.55 6.45 പോയി. ഗവൺമെൻറ്റിൻ്റെ വ്യക്തിപരമായി മാത്രം സഹായിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ നിരവധി, അതായത് ഇവർ വ്യക്തിപരമായിട്ട് സഹായിക്കുന്നത് മാത്രമല്ല, രാജ്യത്ത് ഒരുപാട് സംരംഭകർ വരുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് ഫണ്ട് കൊടുക്കാണ്ടല്ല, അവർക്ക് അവരുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ പ്രോപ്പറായിട്ട് പഠിക്കാണ്ട് ഇവർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് അത് ഭയങ്കരമായിട്ട് വന്ന് പല സ്റ്റാർട്ടപ്പുകളും നിലം പൊത്തി താഴെ വീണ് ഇന്ത്യയിൽ. അത് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു നല്ലൊരു സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, അതിൻ്റെ ബ്ലൂ പ്രിന്റ് എന്താണോ, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്തു എന്നിട്ട് ഇതുപോലത്തെ വലിയ വലിയ ഗ്രൂപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ അതങ്ങനെ ഹൈജാക്ക് ചെയ്ത് പോവുക. അതും കംപ്ലീറ്റ്ലി ഹൈജാക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഗ്രൂപ്പ് ഒരു പുതിയൊരു പ്രൊജക്റ്റ് അങ്ങ് ഉണ്ടാക്കും. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ടവനായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുക. ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടും പോകുന്നത് എങ്ങോട്ടായിരിക്കും? ആ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പിന് ആ സപ്പോർട്ട് പോകും. ഇവൻ തുടങ്ങിയത് അവിടെ കൂപ്പ് കുത്തി പോകും. ഇങ്ങനെയാണ് സാമ്പത്തിക അസമത്വം ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ GDPയുടെ 40 മുതൽ 50% പോകുന്നത് വെറും 1-2% പണക്കാരുടെ പോക്കറ്റിലോട്ടാണെന്നുള്ളത് ഈ പാവപ്പെട്ട സംഖ്യക്കുട്ടന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അതിൻ്റെ സത്യം. മധ്യവർഗം എന്നും ദുരന്തത്തിൽ തന്നെ. മധ്യവർഗം അവിടെ അതിൻ്റെ താഴത്തെ അടിസ്ഥാനം പോലും ഇല്ലാത്ത വർഗം
പട്ടിണിയാണ്. അതവിടെ വേറെ കിടക്കട്ടെ. മധ്യവർഗത്തിന്റെ ദുരന്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ മധ്യവർഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെമോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതായത് മധ്യവർഗത്തിന് സൗജന്യ റേഷൻ മറ്റ് ആനുകൂല്യങ്ങളോ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. മധ്യവർഗം ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അവൻ സാധാരണക്കാരായി നടക്കുന്നെങ്കിലും അവനെന്നും കഷ്ടപ്പാടും തന്നെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. ലോൺ എടുത്തിട്ടും EMI ആയിട്ടും ക്രെഡിറ്റ് കാർഡായിട്ടും അല്ലാതെ ഒക്കെ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മുടെ കേരളം അങ്ങ് മാറ്റി നിർത്തും. അങ്ങ് നോർത്ത് ഇന്ത്യയിലോട്ട് പോയാലോ അവിടെ മധ്യവർഗമൊന്നും ഇല്ല. ഒന്നെങ്കിൽ ദരിദ്രര് പറഞ്ഞാൽ അത് അതിദാരിദ്ര്യം. നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ അതുണ്ട്, അവിടെ നിൽക്കട്ടെ. ആ സംഭവം അതിദാരിദ്ര്യം. അതല്ലെങ്കിലോ സമ്പന്നൻ, വലിയ പൈസക്കാരൻ. ഈ രണ്ട് വർഗ്ഗങ്ങളെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ വരുന്നവർ വളരെ കുറവാണ് നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിലെ മര്യാദയ്ക്ക് ശുദ്ധവായു ഇല്ല, നല്ല വെള്ളമില്ല, ആശുപത്രി ഇല്ല, നല്ല ആരോഗ്യമില്ല, നല്ല വിദ്യാഭ്യാസം ഇല്ല, നല്ല ജോലിയില്ല. ഇതൊന്നും ഇല്ലെങ്കിലും GST ക്കൊന്നും കുറവില്ല. എല്ലാ വാറ്റും GST എല്ലാം അടച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണിൽ പൊട്ടിയിടാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 8 ലക്ഷം കോടി പിരിച്ചെടുത്തിട്ട് അവസാനം ഇനി ഞങ്ങൾ ആ 8 ലക്ഷം കോടി പിരിക്കുന്ന ഇച്ചിരി കുറച്ചിട്ടുണ്ട്, ഇനി ഒരു 2 ലക്ഷം ഞങ്ങൾ കുറയ്ക്കും, നിങ്ങൾക്ക് ഇതാ ഫ്രീ ആയിട്ട് എടുത്തോ മോദിജി എന്തോ ഒലത്തി എന്നും പറഞ്ഞിട്ട് കുറെ വീരവാദങ്ങൾ GSTയിലെ ചേഞ്ചസ് കാണിച്ചു. അതുപോലും കൈയടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഇത്രയും കാലം പിഴിഞ്ഞ് അവനൊക്കെ എല്ലും തോലും ആയിട്ടുള്ള സംഖ്യ വീണ്ടും കൈയടിച്ചു. ആർക്ക്? കിടക്കട്ടെ മോദിജിക്കും നിർമ്മല സീതാരാമനും ഒരു കൈയടി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് GST കുറച്ചു തന്നു. ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ ആയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരുത്തൻ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പെർ ക്യാപിറ്റ GDP അവന് ഒരു വർഷത്തിൽ അവന് കിട്ടുന്ന അവൻ്റെ പ്രൊഡക്റ്റ് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവൻ്റെ സർവീസിൽ നിന്ന് കിട്ടുന്ന അവന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുമ്പം ഇന്ത്യ അത്തരത്തിലൊരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം 100ന്റെ പുറത്താണ്. ലോകത്തെ 190 രാജ്യങ്ങൾ നമ്മുടെ അടിസ്ഥാനമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിൻ്റെ GDPയുടെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 100ന്റെ പുറത്താണ് ഇന്ത്യയുടെ അവസ്ഥ. എത്ര പേർക്ക് അറിയാം ഇതൊക്കെ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വലിയ പ്രശസ്ത പൈസക്കാരും വലിയ സ്പോർട്സ്, അതായത് പൈസ ഇഷ്ടം പോലെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരത്വം പോലും ഇല്ലാണ്ട് UK മറ്റ് അമേരിക്കൻ രാജ്യങ്ങളിലോട്ടും പോകുന്നത്? ഇന്ത്യ ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ട് മോദിജിയുടെ ബയോളജിക്കൽ ദൈവത്തിൻ്റെ അണ്ടറിൽ ജീവിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ നമ്മളെ വിരാട് കോഹ്ലിനെ പോലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ സഞ്ജയ് ദത്ത്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മാധവൻ പുള്ളി ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ അജിത് ഡോവലായിട്ട് അഭിനയിച്ച പുള്ളിനെ സംഗീതം പറഞ്ഞാലോ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നാൽ എത്ര ആക്ടേഴ്സ് ബിസിനസ്സുകാർ ഇവരുടെയൊക്കെ മക്കൾ സുഖമായിട്ട് മറ്റ് രാജ്യങ്ങളിലെ പൗരത്വം നേടി, അല്ലെങ്കിൽ ഇവർ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോകുന്നത് എന്താണ്? ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ അവസ്ഥ വളരെ മോശമാണ്. പണക്കാരൻ കുറച്ച് പൈസ ഇവിടെ ഉണ്ടാക്കി ബാക്കി അവന് പുറത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ഇന്ത്യയിലെ പാവങ്ങൾ തന്നെയാണ്. ഈ സാമ്പത്തിക അസമത്വം ഇന്ത്യ GDPയിലെ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ആണെങ്കിൽ ഇന്ത്യ ജീവിച്ചാൽ പോരെ? അമേരിക്ക കഴിഞ്ഞു, ചൈന കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ജപ്പാനെ നമ്മൾ ക്രോസ് ചെയ്തു, ജർമ്മനി വന്നു, അതിൻ്റെയൊക്കെ തൊട്ട താഴത്ത് ഇന്ത്യ ഉണ്ട്. ഇന്ത്യയുടെ താഴത്താണ് ബാക്കി എല്ലാവരും കിടക്കുന്നത്. വേൾഡിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ താഴത്ത് കിടക്കുന്നു. അപ്പം 140 കോടിക്ക് എന്താണ് ഈ പറഞ്ഞ 4 ട്രില്യൺ GDP എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പോലും അറിയാത്ത വട്ടിവാണങ്ങളാണ് നമ്മുടെ നാട്ടിലെ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം ഈ രാജ് താക്കറെ വിട്ട വീഡിയോയുടെ എഫക്റ്റാണ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സ്ഥലത്താണ് ഈ പറഞ്ഞ 1-2 കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ മാത്രം പടർന്ന് പന്തലിക്കുന്നു എന്നുള്ളതും, സാധാരണക്കാരനായിട്ടും പാവപ്പെട്ടവൻ പട്ടിണി പാവത്തിലും പണക്കാരൻ അവൻ്റെ എന്താ പറയുക അവൻ്റെ വരുമാനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിലാക്കി തന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മോദിജി നാടു വാണിടും കാലം നാട്ടുകാരെല്ലാരും തമ്മിൽ തല്ലും, അംബാനിയാദാനി കുംഭവീർക്കും, BJP പാർട്ടിയുടെ ഫണ്ടും വീർക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം.